എത്ര കഴിച്ചിട്ടും എന്തൊക്കെ കഴിച്ചിട്ടും ക്ഷീണമൊന്നും അങ്ങോട്ട് മാറുന്നില്ല. മുടി കൊഴിച്ചിൽ മാറുന്നില്ല, മൂഡ് സ്വിങ്സ് ശരിയാവുന്നില്ല, ക്രീവിങ്സും കുറയുന്നില്ല. നിങ്ങൾക്കും ഇങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫുഡ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫുഡ് ഡെലിവറി ആയിട്ടാണെങ്കിലും ഗ്രോസറി ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഫുഡ് ഐറ്റംസ് നമ്മൾക്ക് തോന്നുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മളുടെ ക്രേവിങ്സിനനുസരിച്ച് നമ്മൾ ഇതെല്ലാം വാങ്ങി കഴിക്കുന്നുമുണ്ട്, ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ ബോഡി അതിനനുസരിച്ചല്ല റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴും വാങ്ങി കഴിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സും ഫുള്ളാവുന്നുണ്ട്, വയറും ഫുള്ളാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണോ നമ്മൾ കഴിച്ചത്? നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുത്താലാണ് നമ്മളുടെ ശരീരം നമ്മളോടും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളുടെ ശരീരത്തിന് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റെങ്കിലും നടക്കാൻ ശ്രദ്ധിക്കുക. അതിപ്പോൾ വീടിൻ്റെ പുറത്താണെങ്കിലും കുഴപ്പമില്ല, അകത്താണെങ്കിലും കുഴപ്പമില്ല. പുറത്താണെങ്കിൽ നമുക്ക് കുറച്ച് വെയിലൊക്കെ കൊണ്ട് വൈറ്റമിൻ ഡി കൂടെ കിട്ടും. 2, ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഇലക്കറികൾ എന്തെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിലുള്ള ചീരയോ മുരിങ്ങയോ അങ്ങനെ എന്തായാലും മതി കേട്ടോ. 3, സ്നാക്സ് കഴിക്കുമ്പോൾ നട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആയിട്ട് തന്നെ കഴിക്കുക. വേറെ ചിപ്സോ ബേക്കറി ഐറ്റംസോ ഒക്കെ കഴിക്കുന്നതിന് പകരം ഇത് രണ്ടും ഉൾപ്പെടുത്തുക കേട്ടോ. 4, നല്ലോണം വെള്ളം കുടിക്കുക. അത് ഭക്ഷണത്തിൻ്റെ ഇടയിലാവണ്ട, ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് വെയിറ്റ് ലോസിനും നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഡൈജഷനും എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്ത് ടിപ്സിനും ഡയറ്റ് നോളജിനും വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്യണേ.